ഉഹദ് യുദ്ധത്തിൽ ശത്രുക്കളുടെ പടത്തലവൻ പിൽക്കാലത്ത് അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിരെ വന്നിരുന്ന അമ്പുകളൊക്കെ തൻ്റെ നെഞ്ചുകൊണ്ട് എതിരേറ്റ് ഹംസ റളിയല്ലാഹു അൻഹു ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക്, ഒരു മലൻ്റെ മുകളിലേക്ക് കയറാൻ സാധിച്ചില്ല, എത്രയായിട്ടും സാധിച്ചില്ല. അപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കുനിഞ്ഞു കൊടുത്തു, ഇവിടെ ചവിട്ടിക്കയറാൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വൽഹ റളിയല്ലാഹുവിൻ്റെ പുറത്ത് ചവിട്ടി ആ പാറയിലേക്കാണ് കയറി. ഉടൻ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔജബ ത്വൽഹ, ഔജബ ത്വൽഹ, ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു, സ്വർഗം ഇതായിരിക്കുന്നു, വാജിബാക്കിയിരിക്കുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹു അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ഒരു യുദ്ധത്തിലായിരുന്നു നിമിത്തങ്ങൾ ധരിച്ച ഒരു ഹെൽമെറ്റ് ഉണ്ട്, ഒരു പടയങ്കി. ആ പടയങ്കി വെട്ടേറ്റിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് കവിളിൽ എന്ത് ചെയ്തു, ആണി തറച്ചു പോയി. ആണിങ്ങ് തറച്ചു, ചോര ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. ഇത് ദൂരെ നിന്ന് ഒരു സഹാബി കണ്ടു. ആ സഹാബിയുടെ പേരാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഓടി വന്നു. മറ്റുള്ള ആളുകൾ വിചാരിച്ചു ഇത് ശത്രുവാണ് ഈ ഓടി വരുന്നത്. നോക്കുമ്പോൾ ശത്രുവല്ല. ആരാണ്? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ മുൻപല്ല് കൊണ്ട് ഒറ്റ കടിച്ചിടും. ഏത്? പടയങ്കി. ഉടൻ തന്നെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു രണ്ട് മുൻപല്ലിൽ നിന്ന് ഒരു പല്ലങ്ങ് തെറിച്ചു പോയി. മറ്റേ പടയങ്കി തറച്ച ആണി അത് മറ്റേ പല്ല്, അങ്ങനെ മുൻപല്ലുകൾ കൊഴിഞ്ഞു. എന്നാലും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കാണാൻ വല്ലാത്ത സൗന്ദര്യമായിരുന്നു ചരിത്രത്തിൽ കാണാം. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരുപാട് ഈ യുദ്ധത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിച്ച സഹാബിമാരാണ്. അങ്ങനെ 70 സഹാബികളെയും അവിടെ കൂട്ടമായിട്ടാണ് മറ ചെയ്തത്. സ്വഹാബി ഈ യുദ്ധത്തിൽ ഷഹീദായവരെ നിസ്കരിക്കാൻ പാടില്ല, അവരെ കുളിപ്പിക്കാൻ പാടില്ല. അവർ ഏതൊരു വസ്ത്രമാണോ ധരിച്ചത് ആ വസ്ത്രത്തിൽ അതേ ചോരയും അവരെ മറവ് ചെയ്യണമെന്ന്. അവർ നിസ്കരിച്ചിട്ടില്ല. പക്ഷേ ഒരു സ്വഹാബിയെ കുളിപ്പിക്കുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. ആ സ്വഹാബിയെ കുളിപ്പിക്കുന്നത് മലക്കുകൾ കുളിപ്പിക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ സ്വഹാബികൾ എന്താണ് കാരണം അന്വേഷിച്ചപ്പോൾ ഹൻദല റളിയല്ലാഹു അൻഹു ഈ യുദ്ധത്തിലേക്ക് ഓടി വന്നത് എങ്ങനെയാണ്? ജനാബത്തുകാരനായിട്ടാണ് ഓടി വന്നത്. ജനാബത്തുകാരനായിട്ട് ഇങ്ങനെ ഒരു ഉഹദ് യുദ്ധത്തിൻ്റെ മഹത്വം കേട്ട് ഓടി വന്നു. അങ്ങനെ വഫാത്തായി ഷഹീദായതുകൊണ്ടാണ് മലക്കുകൾ കുളിപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൻദല റളിയല്ലാഹു അൻഹു കുളിച്ച് ഉയർത്തി. ഇൻഷാ അല്ലാഹ് അവരെ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അവരോടൊക്കെ ഒപ്പം നമ്മളെ നാളെ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മുടെ ഈ യാത്ര നമ്മൾ